നീ ഏതടി ശവമേ, നീ ഏതടി ശവമേ? കടിമൂത്ത ജന്തു, നീ കടിമൂത്ത ജന്തു. കടിമൂത്ത ജന്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കടിമൂത്ത ജന്തു. നീ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് മറ്റുള്ള നീ വിളിച്ചു പറയടി. ഈ സിനാനെ പറഞ്ഞ നാറി കുറച്ചങ്ങോട്ട് ചുണ്ണി വലുതാവാൻ തുടങ്ങിയപ്പോ അവന്റെ നാക്കും വലുതാവാൻ തുടങ്ങി, അവന്റെ വേറുള്ളതും വലുതാവാൻ തുടങ്ങിയപ്പോ എന്റെ കബീർ ഖാന്റെ അടുത്ത് തന്നെ അവൻ തല്ലുണ്ടാക്കിയപ്പോ എന്റെ കബീർ ഖാൻ മരിക്കണവരിക്കും ആ മൈരന്റെ അടുത്ത് മുണ്ടില്ല. എങ്ങനെ മുണ്ടാ? അവന്റെ സ്വഭാവം അത്രയ്ക്ക് നന്നു. എന്നിട്ട് 23ഉം 24ഉം വയസ്സുള്ള ചെക്കന്മാര് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന അവന്മാരുടെ വീടൊന്ന് വന്ന് കാണണം, അടുക്കള ഒന്ന് വന്ന് കാണണം. ഗ്യാസ് ഇല്ല, മിക്സി ഇല്ല, വേറുള്ളതില്ല, അരി വെക്കാനില്ലാണ്ട് എന്റെ വീട്ടിൽ നിന്നാണ് അരി കൊണ്ടുപോണത്. തെളിവുണ്ട്, കൊണ്ടുപോണതിനുള്ള തെളിവുണ്ട്. ഷാജി ചാക്ക് കണക്കിന് അരി കൊടുത്തതിനുള്ള തെളിവ് ഷാജിന്റെ അടുത്ത് വീഡിയോ ഉണ്ട്. ഷാജി എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാജിക്ക് അറിയാം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ വരും പുറത്ത്. പിന്നെ നാറി സിനാനെ കേസ് കൊടുത്തിട്ട് ആരിടാ ഓടി മോനെ? നീ എന്നല്ലടാ എന്നെ കയറി പിടിച്ചത്? നീയും നിന്റെ വേറെ കൂട്ടാളികളും മുത്തും ഒക്കെ അല്ലടാ എന്റെ വീട്ടിൽ കയറി പിടിച്ചത് എന്നെ. എടാ, പെണ്ണിനെ കയറി പിടിച്ച വകുപ്പ് വേറെ എടാ. ഭർത്താവില്ലാത്ത പെണ്ണിനെ വീട്ടിൽ കയറി തല്ലി വീട്ടിൽ കയറി പിടിച്ചാൽ അത് വകുപ്പ് വേറെടാ. ഇവന്റെ ലൈഫ് തൊലച്ച് ഈ പറയുന്ന മുത്തു പറയുന്നവൻ അവന്റെ തന്തനെ കൊന്നു, ബാക്കിയുള്ളതായി അവന്റെ കാരണം കൊണ്ട് അയാള് നെഞ്ചുരുക്കി പൊട്ടി മരിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ തള്ളനെങ്കിലും എങ്ങനെയെങ്കിലും നോക്കണം നാറി. അതുപോലെ തന്നെ പെങ്ങളുടെ കണ്ടില്ലേ, പെങ്ങളുടെ അവസ്ഥ, പെങ്ങളുടെ കള്ളുടിയാൻ മാപ്പിള ഉള്ള അവസ്ഥ നിനക്ക് കാണില്ലടാ. അതിനൊക്കെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അല്ലെ, കരകയറ്റാൻ നോക്കടാ. എടി സെഫീന, നിനക്ക് ഞാൻ ഇറങ്ങി ഓടുന്ന പോലെ, ഞാൻ ഇറങ്ങി നടക്കണ പോലെ നിനക്ക് നടക്കാൻ വയ്ക്കൂടി സെഫീന? നിന്റെ ഈ നട്ടെല്ലാം ഒടിച്ചു വിട്ടിരിക്കില്ലടി ദുബായിന്ന്, നിന്റെ നട്ടെല്ലാം ഒടിച്ചു വിട്ടിരിക്കില്ലടി. അതുപോലെ തന്നെ 2 ഉണ്ടാക്കിയത് ഏതെണ്ണത്തിലാ? ഒന്ന് ഹിന്ദിക്കാരനില്, ഒന്ന് വേറൊന്നില്, ഒന്ന് അണ്ണാച്ചിയില്. എത്രണ്ണത്തിന് കളഞ്ഞു തന്നെ നമുക്കറിയില്ല. എടി കബീറിന്റെ 5 ഉണ്ടാക്കിയ തെളിവാണ് നിനക്ക് തരാടി മോളെ സഫീന. 5 ഉണ്ടാക്കിയിട്ടുണ്ട്. കബീറിന് ഉണ്ടാക്കിയ വിത്തുകളാണ്. 1-ാം മെയില് തുപ്പനാട്ട് പറമ്പില് നൂറണ്ണന്റെ മകൻ കബീറിന് ഉണ്ടാക്കിയതാണ് ഷാജി 5 നിനക്ക് തെളിവ് വേണമെങ്കിൽ നീ എങ്ങോട്ട് വാടി സെഫീന. ഞാൻ ഇല്ലാത്ത ടൈമിൽ വന്നിട്ട് എന്റെ ഉമ്മാനെ കണ്ടിട്ടല്ലടി നാറി പോവാ. എന്നെ കാണടി വന്നിട്ട് എന്റെ മക്കളെ കാണടി നാറി സെഫീന. പിന്നെ നിനക്ക് നിന്റെ ഊട്ടി പോയതും നിന്റെ മകനും നിന്റെ പൊണ്ണൻ മകനും ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്തടി അരക്ക് നിക്ക് ഇവിടെ നിന്നെ കാണിക്കാത്ത? എന്റെ അരക്ക് നിക്ക് ഇവിടെ ഊരില്ലടി സഫീന? നിന്റെ അരക്ക് നിക്ക് എടി ഇറങ്ങി ഓടാൻ വയ്ക്കൂടി സഫീന? നിനക്ക് തല്ല് കിട്ടുമ്പോ ഇറങ്ങി ഓടാൻ ഞാൻ ഇറങ്ങി ഓടും. ഞാൻ പഴയ സ്പോർട്സുകാരിയാണ്. ഞാൻ ഇന്നും ഓടും. എനിക്ക് ഓടാൻ സാധിക്കും. നിനക്ക് ഓടാൻ പറ്റൂടി സഫീന? നീ എണിച്ചൊന്ന് ഓടടി മോളെ സഫീന. നീ ആ കാറിന്റെ ഉള്ളിൽ വില്ലത്തിയായിട്ട് നീ നിന്ന് സംസാരിക്കണം. നിന്റെ നാക്കില്ലെങ്കിൽ നീ എന്നോ ചത്തടി, നീ ചത്ത് പോയടി. നിന്റെ പൊണ്ണ മകനെ വെച്ചിട്ട് നിന്റെ 2-ാമത്തെ മോൻ നിന്നേറ്റ് കൂട്ടുണ്ടീ, കൂടില്ലടി. നിന്റെ തനി സ്വഭാവം ആ കുട്ടിക്ക് അറിയാടി. നിന്റെ മൂത്ത പൊണ്ണ മകന് മാത്രടി നിന്റെ കൂടെ നിൽക്കുള്ളൂ നാറി. അത് രണ്ട് അച്ഛന്മാരാടി. ഒന്ന് അച്ഛനോ ഒന്ന് വാപ്പയോ ഒരു ഏതൊക്കെയാണ് കേട്ടാ, ഏതൊക്കെ നമുക്കറിയില്ല. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇതാണ് ഗൾഫ് എന്ന് കുറെ ആൾക്കാർ. അവളുടെ ഇടുപ്പ് ഇടുപ്പ് തല്ലി ഒടിച്ച കുറെ ആൾക്കാരുണ്ട്. ഇടുപ്പിന്റെ എല്ലി ഒടിച്ച നട്ടെല്ലുണ്ടീ നിനക്ക് നാറി. നട്ടെല്ല് പറയുന്ന സാധനം ഉണ്ടീ നാറി സഫീന. ഉണ്ടടി സഫീന? ഉണ്ടെങ്കിൽ നീ കാണിക്കടി നാറി സഫീന. നിന്റെ നട്ടെല്ലൊന്ന് കാണിക്കടി, എനിക്കൊന്ന് കാണാനടി. എടി നീ മകനായിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുമ്പോ എന്തേടി സഫീന അരക്കുന്ന കീപ്പിട്ട് നീ മറ്റേ ബെറാക്കി വിട്ടിരിക്കുന്നത് സഫീന? എന്തേടി മോളെ? നീയൊക്കെ ഒന്ന് നടക്കാൻ വയ്ക്കൂടി സഫീന. നീ നെരങ്ങല്ലേടി മോളെ? ഈ ഇരുന്ന് നെരങ്ങല്ലേടി ചേറ്റെ? ഞങ്ങളുടെ നീ ഇപ്പൊ നബിനെ കുറിച്ചും വേറുള്ളവനെ കുറെ നീ ഹിന്ദുവായിട്ട് നടന്നു, കുറെ നീ മുസ്ലിമായിട്ട് നടന്നു, കുറെ നീ ക്രിസ്ത്യാനായിട്ട് നടന്നു. ഒരു വഴിയില്ലാണ്ട് തിരുവനന്തപുരത്ത് നാട്ടി വിട്ടപ്പോ കോട്ടയം പോയി ഒളിച്ച് നടക്കണ നാറി. എന്നിട്ട് അവിടത്തെ മനുഷ്യന്മാർ ഇവളുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് എനിക്ക് വിളിക്കുന്നുണ്ട്. ഷാജി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും, ഷാജി അങ്ങനെ ഒരു വീഡിയോ. ഷാജിക്ക് സമയലടി നാറി. എത്ര ആൾക്കാരുടെ വോയിസ് വേണടി നാറി ഷെഫീന? നിനക്ക് എത്ര ആൾക്കാരുടെ വോയിസ് വേണടി മോളെ? നിനക്ക് ഞാൻ തരാടി മോളെ. നിന്റെ അടുത്തുള്ള ആൾക്കാർ എനിക്ക് വിളിച്ചിട്ടുണ്ട്, അവരുടെ വോയിസ് അടക്കം എനിക്കുണ്ട്. നീ ഇപ്പൊ എവിടെ താമസിക്കുന്ന അതിന്റെ അടുത്തുള്ള ആൾക്കാർ പോലും വിളിച്ചിട്ടുണ്ട്. എടി നാറി സെഫീന, നീ എന്റെ നാട്ടിൽ വന്നു എന്ന് പറഞ്ഞല്ലോ, നീ എന്റെ നാട്ടിൽ വന്ന് കേസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. എടി നാറി, നീ എന്റെ നാട്ടിൽ വന്ന് കേസ് കൊടുത്തോടി? എന്റെ ഉമ്മാനെ നീടിയടി. എന്റെ ഉമ്മാന്റെ അടുത്ത് നീ എന്തടി എന്റെ ഉമ്മാനെ നീ മുന്നിൽ കൊണ്ടുവരാത്ത മോളെ?
എന്തേടി എന്റെ ഉമ്മക്ക് നോക്കില്ലേടി ഇറ്റ്സ് മീ കൈസിനെ വിളിച്ചിട്ട് എന്റെ ഉമ്മ ചലിച്ച പോലെ എന്തേടി നിന്റെ ചാനലിൽ ചലിക്കാത്തു? എന്തേടി മോളെ സഫീന ചലിക്കാത്തു? ഏ ഞാനിപ്പോ ഞാന് നിന്നെ പോലെ കാറിൽ കൊണക്കുന്ന പോലെ അല്ലടി. ഞാന് ബസ്സിൽ പോയിട്ട് വരുന്ന ആളാടി. ഞാൻ അവിടെ ഇപ്പൊ ഞാൻ എന്റെ നാട്ടിൽ പോയി എന്റെ മക്കളുടെ അടുത്ത് പോയി ബാക്കിയുള്ളത് ചെയ്ത് ഞാൻ ബസ്സിലാടി കൊണക്കുന്നത്. എനിക്ക് 2 ലക്ഷം യൂട്യൂബറാണ് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബറാണെന്നുള്ള പട്ടം തലയിലേറ്റ് നടക്കണില്ലടി മോളെ. 15 കൊല്ലം ഞാൻ പട്ടം തലയിലേറ്റ് നടന്നിട്ടില്ലടി നാറി നിന്നെ പോലെ. എടി പണ്ടൊരു 5 ലക്ഷത്തിന്റെ 4 ലക്ഷത്തിന്റെ നിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നടി. എവിടെ പോയിടി നാറി സഫീന നിന്റെ യൂട്യൂബ് ചാനൽ? റിപ്പോർട്ട് അടിച്ച് പോയടി മോളെ. അതുപോലെ തന്നെ നിന്നെ പോലെ രണ്ടും കെട്ട സാധനങ്ങൾ കുറെ ഷാജിന്റെ മക്കിട്ട് കയറ. എന്തിനാടി നാറി? എന്തിനാടി നീ പിച്ച തണ്ടണത്? ഈ സിനാനെ പറഞ്ഞ നാറി കുറച്ചങ്ങോട്ട് ചുണ്ണി വലുതാവാൻ തുടങ്ങിയപ്പോ അവന്റെ നാക്കും വലുതാവാൻ തുടങ്ങി, അവന്റെ വേറുള്ളതും വലുതാവാൻ തുടങ്ങിയപ്പോ എന്റെ കബീർ ഖാന്റെ അടുത്ത് തന്നെ അവൻ തല്ലുണ്ടാക്കിയപ്പോ എന്റെ കബീർ ഖാൻ മരിക്കണവരിക്കും ആ മൈരന്റെ അടുത്ത് മുണ്ടില്ല. എങ്ങനെ മുണ്ടാ? അവന്റെ സ്വഭാവം അത്രയ്ക്ക് നന്നു. എന്നിട്ട് 23ഉം 24ഉം വയസ്സുള്ള ചെക്കന്മാര് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന അവന്മാരുടെ വീടൊന്ന് വന്ന് കാണണം, അടുക്കള ഒന്ന് വന്ന് കാണണം. ഗ്യാസ് ഇല്ല, മിക്സി ഇല്ല, വേറുള്ളതില്ല, അരി വെക്കാനില്ലാണ്ട് എന്റെ വീട്ടിൽ നിന്നാണ് അരി കൊണ്ടുപോണത്. തെളിവുണ്ട്, കൊണ്ടുപോണതിനുള്ള തെളിവുണ്ട്. ഷാജി ചാക്ക് കണക്കിന് അരി കൊടുത്തതിനുള്ള തെളിവ് ഷാജിന്റെ അടുത്ത് വീഡിയോ ഉണ്ട്. ഷാജി എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാജിക്ക് അറിയാം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ വരും പുറത്ത്. പിന്നെ നാറി സിനാനെ കേസ് കൊടുത്തിട്ട് ആരിടാ ഓടി മോനെ? നീ എന്നല്ലടാ എന്നെ കയറി പിടിച്ചത്? നീയും നിന്റെ വേറെ കൂട്ടാളികളും മുത്തും ഒക്കെ അല്ലടാ എന്റെ വീട്ടിൽ കയറി പിടിച്ചത് എന്നെ. എടാ പെണ്ണിനെ കയറി പിടിച്ച വകുപ്പ് വേറെ എടാ. ഭർത്താവില്ലാത്ത പെണ്ണിനെ വീട്ടിൽ കയറി തല്ലി വീട്ടിൽ കയറി പിടിച്ചാൽ അത് വകുപ്പ് വേറെടാ. എടാ നാറി സിനാനെ, എന്റെ കെട്ടിയോ മരിക്കണതിന് മുന്നേ പറഞ്ഞെന്താണെന്നറിയോ? ആരിനെ നീ സഹായിച്ചോ, പക്ഷെ നിന്റെ അളാമാന്റെ ആ സിനാനെ പറഞ്ഞവനെ 1 ഉറുപ്യ കൊടുത്ത് നീ സഹായിക്കരുതെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സത്യാണ്. അവൻ നിനക്കിട്ട് പാരയാണെന്ന് പറഞ്ഞത് എന്റെ കെട്ടിയൻ സത്യമാണ്. എന്റെ കെട്ടിയൻ മരിക്കണവരാന്ന് ആരിന്റെ അടുത്ത് മുണ്ടിയിട്ടില്ല. എന്റെ കെട്ടിയൻ പറ്റിയല്ല, അവന് വെറുപ്പായിരുന്നു. എന്റെ കെട്ടിയൻ വെറുപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ കെട്ടിയോ മരിച്ചപ്പോ ഓടിപ്പാഞ്ഞു വന്നു. അതുപോലെ തന്നെ അതേപോലെ എനിക്കിട്ട് പണിയും തന്നു. എന്താ FIR എഴുതി വിട്ടു അവൻ. എന്ത് കെട്ടിയോ മരിക്കാൻ കാരണം കെട്ടിയോളാണ്. എടോ തെണ്ടി സിനാനെ, നീയാണാടാ എന്റെ കൂടെ 15 കൊല്ലം കടന്നത് കൂടെ? അതോ കബീറാണോ? നീയാണോടാ 15 കൊല്ലം എന്റെ കൂടെ കടന്നുണ്ടായിരുന്നത്? എന്റെ 5 മക്കളുടെ ഉപ്പ നീയാണോടാ? അതോ എന്റെ കബീർക്കാണോടാ? എന്നിട്ട് FIR അവിടെ SIന്റെ അടുത്ത് അവൻ എനിക്കിട്ട് പണി കൊടുത്തിരിക്കുകയാണ്. ഞാനാണ് മരിക്കാൻ കാരണം, ഞാനാണ് എല്ലാം ചെയ്തത്. അങ്ങനെ ആണോടാ? എന്നിട്ട് SI എന്തേടാ എന്നെ അറസ്റ്റ് ചെയ്തില്ല മോനെ? എന്തേടാ എന്നെ അറസ്റ്റ് ചെയ്തില്ല? ഞാൻ കെട്ടിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അറസ്റ്റ് ചെയ്യണ്ടേ? അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ്ടടാ. എന്താടാ കേസ് പുതുക്കാത്തെ? പിന്നെ നീയൊക്കെ ചുണ്ണി മുളച്ചിട്ട് ഇപ്പഴല്ലടാ വലുതായത്. ഇപ്പഴല്ലടാ നിന്റെ ചുണ്ണിയൊക്കെ ഇങ്ങനെ പൊന്താൻ തുടങ്ങിയത്. ഈ ചുണ്ണി ഇങ്ങനെ ആയിരുന്ന കാലത്തെ നിന്നെ എന്താ പറയാ കെട്ടിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരാളാടാ നിന്നെ. എടാ സിനാനെ, നിനക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാടാ. നിനക്ക് അറിയാത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിന്റെ തന്ത ബോണ്ടല്ലേ? നിന്റെ തന്ത ബോണ്ട നിന്റെ അസറൂനി എന്റെ അളാമാനും ചേർത്ത് വെച്ച് നല്ല പൊലാട്ടുണ്ടാക്കണ്ടാ സിനാനെ. നിന്റെ വാപ്പാന് വായും കൂടി ഒന്ന് ഒതുക്കി വിടറാ. അളാമ നല്ല കേൾക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഉമ്മ അവിടെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അയാളുടെ വായ തുറക്കണ്ടാവില്ല. പക്ഷെ വായ എടുത്താ എന്റെ അളാമാന അനാവശ്യം വിളിക്കണ അയാള് കണ്ണും കൂടി കാണില്ല. കണ്ണ് കാണില്ലെങ്കിലും ഇതിനാരടി പോയി സ്വന്തം മകനെ വെച്ചിട്ടാണ് പറയുന്നുണ്ടാക്കുന്നത്. സ്വന്തം അതും കൂടി പറഞ്ഞിട്ട് എന്റെ അളാമ വന്ന് കരയാത്ത ദിവസങ്ങളില്ല എന്റെ വീട്ടില്. ഇതൊക്കെ ഞാൻ കേൾക്കണ്ടാ സിനാനെ. എനിക്ക് സിനാനെ നിന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, എടാ ചുണ്ണി മുളച്ച ആണാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ ഉമ്മാനെ പാത്രം കഴുകാൻ വിടാണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കണ്ടല്ലോ, ലക്ഷങ്ങള്. ആ ലക്ഷങ്ങൾ കൊണ്ട് ആ തള്ളനെ ഒന്ന് നല്ല കഞ്ഞി കൊടുത്തിരുത്തടാ വീട്ടില്. പറയടി, നീ തെറി വിളിക്കടി പോലെ മോളെ. നീ വിളിക്ക് കൂത്തച്ഛന്റെ മോളെ, നീ വിളിക്ക്. നിന്റെ മയില് വലിക്കല്. നീ നാട്ടുകാരനെ പറ്റിച്ച് ജീവിക്കല്ലടി. എനിക്കതാണ്, എനിക്ക് എത്തിയമക്കളാണ്, എനിക്ക് ക്യാൻസറാണ്, മറ്റേതാണ്, തൈറോയിഡിന്റെ കൂറാണ്, എന്ത് മയിലൊക്കെ അടിക്ക് പറഞ്ഞ് നാട്ടുകാരനെ പറ്റിച്ച്. അണക്കും വെള്ളല്ലെങ്കിൽ ഈ കിണർ കുത്തി കുടിക്കടി. കിണർ കുത്തി കുടിക്ക്. ആരാന്റെ ഉണ്ടാക്കാൻ പോവല്ലേ ചെയ്യണ്ട്. നീ എന്നെ വിളിക്കടി. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിക്ക്. അല്ലാണ്ട് ഇടപെടുത്തും. രണ്ടാളിലും ഞാൻ ഇടപെടുത്തും. നീ ഒരു പ്രശ്നമാക്കി വന്നാല് അതിന്റെ തെളിവല്ല.
നീ ഒരു പ്രശ്നമാക്കി വന്നാൽ അതിന്റെ തെളിവ് എല്ലാം എന്റെ അടുത്തുണ്ട്. അതൊക്കെ ഞാൻ നടത്തും. നീയും നാണം കെടും, നിന്റെ മക്കളും നാണം കെടും, നിന്റെ മറ്റവനും നാണം കെടും. നെല്ലിക്കാട് ആണുങ്ങളെ കണ്ട് ഒലിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ അങ്ങോട്ട് കേറ്റിയാണ്ട് കൊടുക്കുമല്ലോ. എന്തേ എടി നായിന്റെ മോളെ, നീ ഡിലീറ്റ് ആക്കിയിട്ട് ഒരു കാര്യമില്ല. അതടക്കം ഞങ്ങൾ തെളിവാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നീ ഇങ്ങോട്ട് അയച്ച മെസ്സേജ് എല്ലാം.